നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമേജ് അറ്റ് എഡിറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പഴയ ഫോട്ടോകൾ റീസ്റ്റോറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഫോട്ടോകൾ കളറൈസേഷൻ ചെയ്യാനും സഹായിക്കുന്ന മികച്ച AI ടൂളുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അൽഫാൻ ഷാനവാസ്. ഇമേജ് അറ്റ് എഡിറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ടൂളാണ് imagecolorizer.com. ഒരു AI ബേസ്ഡ് വെബ്സൈറ്റാണ്. നമുക്ക് പഴയ ഫോട്ടോകൾ റീസ്റ്റോറേഷൻ ചെയ്യാനും കളറൈസേഷൻ ചെയ്യാനും ഈ ഒരു വെബ്സൈറ്റ് സഹായിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ തന്നെ കുറച്ച് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസ്റ്റോർ ഓൾഡ് ഫോട്ടോസ്, എൻഹാൻസ് ഓൾഡ് ഫോട്ടോസ്, റീടച്ച് ഓൾഡ് ഫോട്ടോസ്, റിമൂവ് സ്ക്രാച്ചസ്, അതിൽ റിമൂവ് അൺവാണ്ടഡ് ഒബ്ജക്ട്സ്. നമുക്ക് വേണ്ടത് റീസ്റ്റോർ ഓൾഡ് ഫോട്ടോസാണ്. ഞാനിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. റീസ്റ്റോർ ചെയ്യേണ്ട ഫോട്ടോ ഇതിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്ലോഡ് ആൻഡ് സ്റ്റാർട്ട് കൊടുക്കുന്നു. പ്രോസസ് ഇമേജ് സക്സസ്ഫുള്ളി. ഫോട്ടോ റീസ്റ്റോർ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, പരമാവധി എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്ക്രാച്ചസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സ് മാത്രമാണ് കുറച്ച് ഇതായി പോയത്. ബാക്കിയെല്ലാം മുഖം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മൂക്കിന് ശകലം വ്യത്യാസമുണ്ട്. മൂക്കിന് മാത്രം ശകലം വ്യത്യാസമുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഡാമേജ് ആയിട്ടുള്ള ഫോട്ടോയാണ്, പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഇതിലോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത് ChatGPT ആണ്. ട്രൈ ChatGPT. ഞാൻ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. റീസ്റ്റോർ ദ ഫോട്ടോ, റിമൂവ് ദ സ്ക്രാച്ചസ് ആൻഡ് പാച്ചസ് ആൻഡ് കളറൈസ് ഇറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫേസ്. പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. മുഖത്തിന് ശകലം വ്യത്യാസമുണ്ട്. പക്ഷേ കണ്ണ് മാത്രമാണ് കുറച്ച് ഇതായി പോയത്. ബാക്കിയെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആ കണ്ണ് മാത്രമാണ് കുറച്ച് ഇതായിട്ട് വന്നിട്ടുള്ളത്. കണ്ണിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടൂള് അഡോബ് ഫോട്ടോഷോപ്പ് ആണ്. അഡോബ് ഫോട്ടോഷോപ്പിൽ ഫിൽറ്ററിനകത്ത് ന്യൂറൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഴയ ഫോട്ടോകൾ റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡോബ് ഫോട്ടോഷോപ്പ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് പർച്ചേസ് ചെയ്യണം. എന്നാലേ ഈ ന്യൂറൽ ഫിൽറ്റർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. ഇനി അടുത്തത് ജെമിനി. ഗൂഗിളിൻ്റെ ജെമിനിയിലെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ടൂളാണ് നാനോ ബനാന.
ഇവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ റീസ്റ്റോർ ചെയ്യേണ്ടത് ആ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. പ്രോംപ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു റീസ്റ്റോർ ദിസ് ഇമേജ് ആൻഡ് കളറൈസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഫോട്ടോ റീസ്റ്റോർ ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോട്ടോ റീസ്റ്റോർ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കണ്ണിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഹെയറും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കും ChatGPT പോലെ തന്നെ ഇവിടെയും കണ്ണിന് മാത്രമേ ശകലം ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ. ബാക്കി മൂക്കും ലിപ്സും എല്ലാം കറക്റ്റായിട്ട് ഉണ്ട്. പരമാവധി അത്രയ്ക്ക് ഡാമേജ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ്. പക്ഷേ നല്ല രീതിയിൽ അവർ റീസ്റ്റോർ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി കണ്ണിൻ്റെ അത് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കിടിലൻ ടൂള് തന്നെയാണ് ഗൂഗിൾ നാനോ ബനാന. ഇനി അടുത്തത് പെർപ്ലക്സിറ്റിയാണ്. നമ്മൾ ആദ്യം ഇതിൽ സൈൻ ഇൻ ചെയ്യണം. എന്നിട്ട് ഏത് ഫോട്ടോയാണോ വേണ്ടത് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുന്നു. റീസ്റ്റോർ ദ ഇമേജ് ആൻഡ് കളറൈസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫേഷ്യൽ ഫീച്ചേഴ്സ്. മുഖം നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. മറ്റേത് ഇമേജ് കളറൈസറിൽ ചെയ്തപ്പം നമുക്ക് നല്ല രീതിയിൽ കിട്ടി. ഇതിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.